എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നമസ്കാരം. കുഴൽ വെടികളെല്ലാം വലിയ തമാശയാകുന്ന ഒരു കാലമാണ്. കോൺഗ്രസ്സുകാരുടെയും സംഘികളുടെ എല്ലാം വലിയ പ്രതീക്ഷയായിട്ടുള്ള വെടിക്കാരനായിട്ട് കുഴൽ മാറിയിട്ട് അധിക നാളായിട്ടില്ല. കുഴലിന്റെ ഇപ്പോഴത്തെ ഓരോ ദിവസത്തെ വെടിവെപ്പുകൾ കാണുമ്പോൾ, അതായത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി സംഘപരിവാറുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ആഗ്രഹത്തിനനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം ഈ വെടി പൊട്ടിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണല്ലോ കുഴലിനെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. കുഴലിന്റെ വെടിവെപ്പുകൾ കാണുമ്പോൾ പലപ്പോഴും ഓർമ്മ വരുന്നത് മിന്നാര സിനിമയിലെ ഉണ്ണുണ്ണി ചായനയാണ്. ഉണ്ണുണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ജഗതി അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ മോഹൻലാൽ എന്ന കഥാപാത്രത്തെ ഇദ്ദേഹം വെടിവെക്കാൻ ശ്രമിക്കുന്നു. കാര്യം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അവിഹിതമുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോ സംഘികൾക്ക് അതുപോലത്തെ ഒരു ഉണ്ണുണ്ണിയാണ് അത്. ഉണ്ണുണ്ണിയും ഇത് വേണമെങ്കിൽ മണ്ണുണ്ണി എന്ന് വിളിക്കാം. ഈ മണ്ണുണ്ണിയാണ് കുഴൽ എന്ന് പറയുന്നത്. കുഴലിന്റെ ഇന്നലത്തെ ലേറ്റസ്റ്റ് വെടിവെപ്പ് രംഗം എന്ന് പറഞ്ഞാൽ ആ ഉണ്ണുണ്ണിയുടെ അതേ രംഗമായിട്ടാണ് ഓർമ്മ വരുന്നത്. ഒന്ന് കണ്ടേ. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. കണ്ടില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം ഉന്നം പിടിച്ച് വെടിവെച്ചത്. പക്ഷെ വെടി അദ്ദേഹത്തിന്റെ ഉന്നം വളരെ പക്കയായതുകൊണ്ട് നേരെ ചെന്ന് കൊണ്ടത് ആന്റണിയുടെ കുണ്ടിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ ശ്രീനിവാസൻ മറവത്തൂർ കനവെന്ന് പറയുന്ന സിനിമയിൽ മാമ എൻ കുണ്ടിക്കൊരു ഗുണ്ടിരുക്ക് എന്ന് പറയുന്ന രീതിയിലാണ് ആന്റണിയുടെ ഒരു അവസ്ഥ. ആ രംഗം ഇപ്പൊ കാണുമ്പോൾ ഓർമ്മ വരുന്നത് AK ആന്റണിയാണ്. AK ആന്റണിയുടെ ഈ ചുമ്മാ ഇരുന്ന അങ്ങേരുടെ ഈ ആസനത്തിലേക്ക് വെടിവെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വലിയ പ്രിപ്പയർഡായി പഠിച്ചുകൊണ്ട് വന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലെ ബുദ്ധിയില്ലാതെയാണ് ഈ ഒരു രംഗം ഇന്നലെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോ AK ആന്റണിയുടെ അവസ്ഥ ആ ശ്രീനിവാസന്റെ അവസ്ഥയാണ്. തെറ്റിപ്പറ്റിപ്പോയി, എന്നോടും ക്ഷമിക്കണം. ഇതാണ് കോൺഗ്രസിന്റെ പുതിയ മണ്ണുണ്ണിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം നേതാക്കന്മാർക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ഇപ്പോ ഒരു ഹോബി എന്ന് പറയുകയാണ്. ഇങ്ങനെ പണി കൊടുത്ത് ചുമ്മാ ഇരുന്നവരെ ചുണ്ണാമ്പ് തേച്ച് കൊടുത്തിട്ട് അവരെ നാട്ടുകാരെടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയം, അതായത് ഈ CMRലുമായി ബന്ധപ്പെട്ടും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ചല്ല ഇന്നലെ മന്ത്രി P രാജീവ് വന്ന് എണ്ണി പറഞ്ഞു അദ്ദേഹം വെച്ച ആദ്യത്തെ ഉണ്ടയുള്ള വെടിയാണ്. പക്ഷെ ഉണ്ട കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ആന്റണിയുടെ ചട്ടത്തിലാണ് കൊണ്ടതെന്നുള്ള കാര്യം ഇന്നലെ P രാജീവ് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടുകൂടി ഇപ്പോ ഈ മണ്ണുണ്ണി വയ്ക്കുന്ന വെടികളെല്ലാം കോൺഗ്രസ്സുകാർക്ക് തന്നെ വിലയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാര്യം ഇദ്ദേഹം ഈ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇപ്പൊ തൂങ്ങാൻ പോകുന്നത് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി മരണപ്പെട്ടുപോയിട്ട് രക്ഷപ്പെട്ടു, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ നേതാക്കന്മാർക്കാണ് ഇദ്ദേഹം ഇങ്ങനെ വെടിവെച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലേറ്റസ്റ്റ് വെടി എങ്ങനെയാണ് ആന്റണിക്ക് കൊണ്ടതിനെ സംബന്ധിച്ച് P രാജീവ് വിശദീകരിച്ചത് ഒന്ന് കേട്ടു. റെഡി. ഇന്ന് ശ്രീ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മാത്യു കുഴൽനാടൻ നേരത്തെ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് നവകേരള സദസ്സിൻ്റെ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഉണ്ടയില്ല വെടിയാണ് വയ്ക്കുന്നത്. എന്തായാലും പിന്നെ ആ പ്രശ്നം പരാമർശിച്ചതായി കണ്ടില്ല. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചതാണ് ഈ കമ്പനിയുമായി സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം. അത്
മൈനിങ് ലീസ് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. അതായത് അദ്ദേഹം പറയുന്നത് മൈനിങ് ലീസ് നൽകുന്നതിന് വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഇത്രയേ ഉള്ളൂ അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇന്നലെ പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാത്തിന്റെ ആളെന്ന രീതിയിൽ വളച്ചടിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോ മറ്റൊരു സിനിമയൊന്നും ഓർക്കുന്നില്ല, ഈ കുഴലിന്റെ അല്ലെങ്കിൽ ഈ വെടിക്കാരന്റെ ഒരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വന്തം കാലിന്റെ ഇടയിൽ നിന്ന് തന്നെ പടക്ക് പൊട്ടുന്ന ഒരു അവസ്ഥ. അതായത് ഈ GST എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ആ വെടി സ്വന്തം കാലിന്റെ ഇടയിൽ ഇരുന്ന് പൊട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായ ഒരു രംഗം കൂടിയുണ്ട്. ആ രംഗം കൂടി ഇദ്ദേഹത്തെ ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശുഭമാണ്. 8, 9, 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. ഓക്കെ ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടില്ലേ, കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയാണ്. ഈ കുതിര ഇല്ലാത്തടുത്ത് കഴുത രാജാവെന്ന് പറയുന്ന അവസ്ഥയാണ്. കാര്യം കുതിര എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ല. അപ്പോ ഇതുപോലുള്ള കഴുതകൾ, ഈ പൊടിപ്പ് തന്നെ എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തുണ്ട് വെച്ച് വളർന്നു വന്ന മഹാൻ, ഭൂമി തട്ടിപ്പുകാരൻ, ഈ മഹാനാണ് ബാക്കിയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുമാതിരി സ്വപ്ന സുരേഷ് നാട്ടുകാർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടക്കും പോലെയാണ് ഒരു ഭൂമി തട്ടിപ്പുകാരനായിട്ടുള്ള വെടിക്കാരൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു കുഴലുമായിട്ട് നടക്കുന്നുണ്ട്, പേരിൽ തന്നെ ഉണ്ട് ഒരു കുഴലുണ്ടെന്ന്. ആ കുഴലിൽ ഏതെങ്കിലും ഒരു ഉണ്ട കിട്ടുമ്പോൾ എടുത്തു വെച്ച് ചാമ്പി കൊടുക്കുന്നു. അത് ചെന്ന് നേരെ കോൺഗ്രസുകാരുടെ ആസനത്തിൽ തന്നെ ചെന്ന് പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മഹാൻ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൊണ്ട് തെളിയിക്കുന്നത്.